16ാമത്തെ ഖണ്ഡികയിൽ സർക്കാർ പറയുന്നത് സംസ്ഥാനം ഇന്ന് ഗുരുതരമായ സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുകയാണ്. നിലവിലുള്ള ബാധ്യതകളും സാമ്പത്തിക ഞെരുക്കവും പൊതുധനകാര്യത്തിൽ കടുത്ത സമ്മർദ്ദം സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ യാഥാർത്ഥ്യങ്ങളെ സത്യസന്ധതയോടും ഉത്തരവാദിത്വത്തോടും കൂടി എൻ്റെ സർക്കാർ നേരിടും. ഇത് പറഞ്ഞതിന് ശേഷം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങൾ ധാരാളം പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. യാഥാർത്ഥ്യ ബോധവുമായിട്ട് ഒരു തരത്തിലും നിരക്കാത്ത പ്രഖ്യാപനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുന്നു എന്നാണ് നമ്മുടെ നിലവിലുള്ള മുഖ്യമന്ത്രി ശ്രീമാൻ വി ഡി സതീശൻ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ആവർത്തിച്ച് പറഞ്ഞിരുന്നത്. ആ പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവിനെ ഉപയോഗിച്ചുകൊണ്ടാണോ ഈ പറഞ്ഞ സ്വപ്ന പദ്ധതികൾ? അതോടൊപ്പം കേരളത്തിലെ ഓരോ കുടുംബത്തിനും പ്രതിവർഷം 25 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ, ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കാൻ പോകുന്നത്? ഈ സർക്കാർ വയോജനങ്ങളുടെ ക്ഷേമത്തിനായിട്ട് ഒരു പ്രത്യേക വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ വകുപ്പിന് ആദ്യത്തെ 3 ദിവസം മന്ത്രിയില്ലായിരുന്നു, പ്രഖ്യാപനം മാത്രമേ നടന്നുള്ളൂ. അതിനുശേഷമാണ് ആ മന്ത്രി ആരായിരിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് സൗജന്യമായിട്ടുള്ള ചികിത്സ, മറ്റെല്ലാ മാനദണ്ഡങ്ങളും മാറ്റിവെച്ചുകൊണ്ട് സൗജന്യമായിട്ടുള്ള ചികിത്സ എന്നുള്ള പ്രഖ്യാപനം നടത്തി. അത് നടപ്പാക്കാത്ത സംസ്ഥാനമാണ് കേരളം, പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ. ഏറ്റവും ചുരുങ്ങിയത് ഈ വയോജന ക്ഷേമത്തിന് വേണ്ടിയിട്ടൊരു പ്രത്യേക വകുപ്പ് രൂപീകരിച്ച സാഹചര്യത്തിൽ ആ പദ്ധതിയെങ്കിലും കേരളം നടപ്പിലാക്കുമെന്ന് പറയാൻ ഈ നയപ്രഖ്യാപനത്തിൽ സമയം കണ്ടെത്തിയില്ല സർക്കാർ. മാത്രമല്ല, ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഉയർന്നു വന്നിട്ടുള്ള 2 വലിയ വിഷയങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ തന്നെ, പ്രത്യേകിച്ച് വിശ്വാസികളുടെ മുഴുവൻ തന്നെ വികാരങ്ങൾ വ്രണപ്പെടുത്തിയിട്ടുള്ള വിഷയമാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. ആ സ്വർണ്ണക്കൊള്ളയുടെ വിഷയത്തിൽ സർക്കാരിൻ്റെ നിലപാടെന്താണ്? പരാമർശിക്കുന്നില്ല.